വീട്ടിലെത്തിയ ഹൈന്ദവരായ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട കുടുംബം എന്നോട് ചോദിച്ചു, ഗുരുക്കളെ, ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ആ കുടുംബം, അവരെ കൂടെ വന്ന മുസ്ലിംകളായ ആളുകൾ എന്നോട് ചോദിച്ചു, അവർ ചോദിക്കുന്നത്, ഗുരുക്കളെ, ഇന്നിവിടെ നടക്കുന്ന പ്രാർത്ഥന നടക്കുന്ന സദസ്സ് അവർ മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് അറിഞ്ഞിട്ട് ആ സ്വലാത്തിൽ ഞങ്ങളെ മകനെ കൊണ്ടുവരട്ടെ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പ്രാർത്ഥന സദസ്സിലേക്ക് വരണ്ട, നിങ്ങൾ പോയിക്കോ ബാംഗ്ലൂരിലേക്ക്, ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ദ്വാരക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ബാംഗ്ലൂരിലെ ഒരു ഭാഗം തളർന്ന ഒരു ചെറുപ്പക്കാരൻ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ആഫിയത്തായതറിഞ്ഞ വിശ്വാസത്തിൽ ഞങ്ങളെ കുട്ടിക്കും 13 വയസ്സായ ഈ കുട്ടിയും സുഖപ്പെടുമെന്ന വിശ്വാസത്തിൽ ദീർഘദൂര യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഹൈന്ദവരടക്കം ഞങ്ങളെ മജ്ലിസിനെ ആശ്രയിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആര് നടക്കാത്തവരുണ്ടോ നീ നടത്തണം റഹ്മാന്. അപകടം പറ്റിയവരുൾപ്പെടെ നടത്തണം റഹ്മാന്. ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, തളർവാദം പിടിപെട്ടവര്, ശരീരം മൊത്തം ഒരേ കിടപ്പിൽ പൊട്ടിക്കീറിയിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളടക്കം ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്, നീ ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്താക്കണം റഹ്മാന്. ഹാർട്ടിന് ഹോൾസ് ഉള്ളവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവരുണ്ട്, മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖപ്പെടുത്തണം റഹ്മാന്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഇന്നൊരു പ്രായമുള്ള ആള് മമ്പുറത്തുനിന്ന് വന്നിട്ട് 3 ബ്ലോക്കാണ്, വേദന സഹിക്കാൻ കഴിയാതെ, ഓപ്പറേഷൻ ചെയ്യാൻ ഭയമാണ്, പേടിയാണ്, ഞാൻ മരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകൂല, എനിക്കെന്റെ രോഗം മാറണം എന്ന നിലക്ക് പറഞ്ഞത് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് പറഞ്ഞതാണ്. സകല ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ്, കിഡ്നി ഫൈൽഡായ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, ഡയാലിസിസ് നടത്തുന്നവരുൾപ്പെടെ, ആനക്കരയിലുള്ള ഒരു ഫൈലി അടക്കം എറണാകുളം ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള ഇന്ന് വന്ന് പറഞ്ഞിരുന്നു, ഡോക്ടർമാര് ഡയാലിസിന് പറഞ്ഞിട്ടുണ്ടെന്ന്. റബ്ബേ നീ ആഫിയത്താക്കണം റഹ്മാന്, ഡയാലിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. ആര് ഡയാലിസ് ചെയ്യുന്നവരുണ്ടോ ഡയാലിസ് ഇല്ലാതെ സുഖപ്പെടുത്തണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം റബ്ബേ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ സാദാത്തുക്കൾ നടക്കാൻ കഴിയാതെ വിഷമിച്ച് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലുണ്ട്, ഉലമാ ഉൾപ്പെടെ, പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ നടത്തണം റഹ്മാന്. അർഹമുർറഹീമായ റബ്ബേ, മൂത്രത്തിൽ കല്ലുള്ളവര്, മൂത്രയിക്കുമ്പോ ബ്ലഡ് മാത്രം കട്ടയായിട്ട് പോയിട്ട് ടോയ്ലറ്റിൽ പോയാൽ പടഞ്ഞ് വിഷമിച്ച് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ എത്തിയിട്ട് ആ മജ്ലിസുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച വെള്ളം കുടിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ മൂത്രയിക്കുമ്പോ ബ്ലഡോടുകൂടെ കല്ലുകൾ ഓരോന്നോരോന്നും പുറത്തു വന്നത്, ആ പുറത്തു വന്ന കല്ലുകളൊക്കെ ഒരു ക്ലിനിക്സ്, ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് വന്ന് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മിസ്കീന്മാരായ ഞങ്ങൾക്ക് അനുഭവത്തിൽ എത്രയോ വിഷയങ്ങൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസ് നീ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിനെ വിഷമിച്ച് പാതിരാത്രി സമയം നോക്കാതെ വേദനയോടെ കഴിയുന്ന രോഗികളെ ഖായിബാക്കാതെ കബൂലാക്കി സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർറഹീമായ റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ, കിഡ്നിയിലെ കല്ല് സുഖമാക്കണം റബ്ബേ, മൂത്രത്തിലെ കല്ല് സുഖമാക്കണം റഹ്മാന്, കൈകാൽ കടച്ചിലും മൂരവേദനയും സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർറഹീമായ റബ്ബേ, കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറിയവരുണ്ട്, നീ സുഖമാക്കണം റഹ്മാന്. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ കുട്ടികളടക്കം, പ്രായമെത്തിയ പെൺകുട്ടികളടക്കം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ എന്റെ അടുത്തിരിക്കണ്ട നീ എന്ന് പറഞ്ഞിട്ട് പഠനം പോലും മുടക്കി ഒരു കല്യാണത്തിനും പോകൂല, ഒരു പ്രോഗ്രാമിനും പോകാതെ വീട്ടിൽ അടഞ്ഞുകൂടി മാനസിക അവസ്ഥയിലാണ് എന്റെ മകളെന്ന് സങ്കടപ്പെട്ട രക്ഷകർത്താക്കൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. ആഫിയത്താക്കണം റഹ്മാന്. സകല വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തണം റബ്ബേ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റഹ്മാന്, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റബ്ബേ, സ്പോൺസർ സുഖപ്പെടുത്തണം റബ്ബേ, സോറിയാസിസ് സുഖപ്പെടുത്തണം റബ്ബേ. HIV ബാധിച്ച യതീമക്കളായ 4 കുട്ടികൾ, വിധവയായ ഉമ്മയടക്കം HIV ബാധിച്ച് ഡോക്ടർമാർ കൈവിട്ട് മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച് നീ ആഫിയത്താക്കണം റഹ്മാന്.
ആര് HIV കൊണ്ട് പരീക്ഷിക്കപ്പെട്ടോ നീ സുഖമാക്കണം റഹ്മാന്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, മാനസിക രോഗികളുണ്ട്, അപസ്മാരം പിടിപെട്ടവരുണ്ട്, ഭ്രാന്ത് പിടിപെട്ടവരുണ്ട്, പൈശാചിക ശർറുള്ളവരുണ്ട്. ഒരു കുടുംബത്തിലെ 4 പെൺകുട്ടികളെ ഉള്ളൂ. ബാപ്പ മരണപ്പെട്ടു, ചെറിയ വാടക വീട്ടിലാണ് താമസം. ഉമ്മ മറ്റു വീടുകളിൽ പാത്രം കഴുകിയിട്ടാണ് ഈ കുട്ടികളെ പോറ്റേണ്ടത്. 4 കുട്ടികളും അടച്ചിട്ട വീട്ടിൽ വല്ലാത്ത അവസ്ഥയിലാണ്. ഈ രോഗം മാറണം, ശൈത്താന്റെ ഉപദ്രവമാണെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ പ്രായമുള്ള ഉമ്മയുടെ മക്കൾ ഉൾപ്പെടെ ആര് മാനസിക രോഗികളുണ്ടോ, ഭ്രാന്ത് പിടിപെട്ടവരുണ്ടോ, നിന്റെ ഹബീബിനാൽ നീ സുഖമാക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളുടെ ബുദ്ധിക്ക് തകരാറ് വരുത്തല്ല അല്ലാ, ഞങ്ങളെ മാനസിക രോഗികളാക്കല്ല അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളെ ICUവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല റബ്ബേ. ആ നിലക്ക് ICUവിലും വെന്റിലേറ്ററിലും വീടുകളിലും ഉൾപ്പെടെ ഓക്സിജനിലും മറ്റും കഴിയുന്ന ബോധമില്ലാത്തവരും ബോധമുള്ളവരുമായ രോഗികൾ മരിക്കാൻ ദ്വാരക്കണമെന്ന് ബന്ധപ്പെട്ടവരേൽപ്പിച്ച അവസ്ഥയിലുള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളൊരാളെയും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് ഒരു ഭാഗത്തിന് തളർത്തല്ല റഹ്മാന്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് മൗത്ത് ഖൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്തിലാക്കണം റഹ്മാന്. ഹയാത്ത് ഖൈറുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന നടത്തിപ്പ് വരെ കടത്തിലകപ്പെട്ടിട്ട്, പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, വിസക്ക് കൊടുത്തിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, പലവർക്കും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ ഒക്കെ കടത്തിലകപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ മറഞ്ഞു ജീവിക്കുന്ന സഹോദരന്മാരുൾപ്പെടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ. ഇന്ന് ബോംബെയിൽ +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി, ആ സഫിയ ട്രാവൽസിന്റെ ഓണറുടെ മകൻ ബോംബെയിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് ഒരിക്കൽ ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണ്ട, കീമോ കൊടുക്കണം, കീമോ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രോഗമുണ്ട് ഇല്ല എന്ന നിലക്ക് വലിയ നിലക്ക് പ്രയാസപ്പെട്ട് ഇന്ന് മജ്ലിസിലേക്ക് വരുന്ന മുമ്പ് കരഞ്ഞുകൊണ്ട് മജ്ലിസിൽ രോഗമില്ലാതെ ഞങ്ങളെ ഡിസ്ചാർജിന് വേണ്ടി ഡോക്ടർമാരെ സമ്മതം കിട്ടാൻ ദ്വാരക്കണമെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞത് കൊണ്ട് പേര് പറഞ്ഞ് നീ ആഫിയത്താക്കണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. ഏത് ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ടെങ്കിലും അല്ലാ, നിന്റെ ഹബീബിന്റെ സ്വലാത്ത് സകല പ്രശ്നത്തിനും പരിഹാരാണെന്ന് തങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്ന പരിഹാരത്തിനും നിന്റെ തങ്ങളെ സ്വലാത്ത് മതിയെന്ന് കാഫിയായ റബ്ബേ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ച് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് സകല രോഗങ്ങളും സകലർക്കും നീ സുഖമാക്കണം റഹ്മാന്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത എത്ര ആളുകൾക്കാണ് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ മക്കളുണ്ടാവൂല എന്ന ഡോക്ടർമാര് വിധി എഴുതി 10ഉം 23ഉം വർഷമെത്തിയിട്ട് മക്കളില്ലാത്ത 100 കണക്കിന് ആളുകളെ ഞങ്ങൾക്ക് പറയാനുണ്ട്.
നിന്റെ ഹബീബിന്റെ ബഹുമാനവും അവിടുത്തെ മദഹുമായിട്ട് സ്വലാത്തിന്റെ ഷറഫ് പറയാനുണ്ട്. അതുകൊണ്ട് ആര് മക്കളുണ്ടാവാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുണ്ടോ, അവരിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രശ്നമാണെങ്കിലും ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഒരു പണ്ഡിതനായ സുഹൃത്തിന്റെ ഗർഭിണിയായ ഭാര്യ പ്രസവിച്ചു. ഓപ്പറേഷൻ നടത്തിയ കുട്ടി മൗത്തായി. ഒരു ദിവസത്തിന്റെ ശേഷം ആഫിയത്തുള്ള കുട്ടി പെടുന്നന മൗത്തായ സങ്കടത്തിൽ വേദനിക്കുന്ന ഹൃദയവുമായി ഈ മജ്ലിസിലുണ്ട്. അവർക്ക് സ്വബർ നൽകണം റഹ്മാന്. ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. അർഹമുർറഹീമായ റബ്ബേ, പ്രസവിച്ച ഉടനെ മക്കൾ മൗത്താകാണ്. വയറ്റിൽ ആ 4-5 മാസമാകുമ്പോ കുട്ടികൾ ബ്ലീഡിംഗ് ആയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യ 7 മാസം പ്രഗ്നന്റ് ആണ്. ഈ കുട്ടിയെങ്കിലും സന്തോഷത്തിൽ കിട്ടണം തങ്ങളെ, ഈ സ്വലാത്തിലേക്ക് വരുന്നു എന്ന് നേരത്തെ വന്നു പറഞ്ഞ് മജ്ലിസിലെത്തിയ സുഹൃത്തുൾപ്പെടെ സകലർക്കും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ബ്ലീഡിങ്ങിന്റെ അതുപോലെ ഗർഭമലസുന്ന പൈശാചിക പ്രയാസങ്ങളൊക്കെ നീ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർറഹീമായ റബ്ബേ, അർഹമുർറഹീമായ അല്ലാഹ്, ഖാലിഖായ അല്ലാഹ്, ഖഹാറായ റബ്ബേ, ജബ്ബാറായ റബ്ബേ, ഷാഫിയായ റബ്ബേ, കാഫിയായ റബ്ബേ, ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. മക്കള് വടക്കായിട്ട് ഒരു കുടുംബത്തിൽ, ഉയർന്ന കുടുംബത്തിൽ പെട്ട അഫ്ളലിന് പഠിച്ച ഒരു പെൺകുട്ടി അന്യ പുരുഷനുമായി ഉള്ള സ്നേഹം നിലനിർത്തി ആര് പറഞ്ഞാലും മാറാതെ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ട് ഇന്ന് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 3 സ്വലാത്തിന് വന്നോളി എന്ന് പറഞ്ഞിട്ട് അവരെ കുടുംബം ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഹറാമിന്റെ ബന്ധത്തിലും അനുസരണക്കേടിലുമായിട്ട് കഴിയുന്ന ഏത് മക്കളുണ്ടോ നീ മുത്തഖീങ്ങളാക്കണമല്ല, നീ തഖ്വ കൊടുക്കണമല്ല, നീ ഹിദായത്ത് കൊടുക്കണമല്ല. ഹറാമിന്റെ ബന്ധങ്ങൾ ഞങ്ങളുടെയും സകലരുടെയും ഖൽബിൽ നിന്ന് മാറ്റിയിട്ട് പകരം അമാലുകളിൽ മഹത്വമുള്ള അമലാകുന്ന ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബിനാൽ ഖൽബ് നിറക്കണം റഹ്മാനെ, ഇഷ്ഖിനാൽ ഖൽബ് നിറക്കണം റഹ്മാനെ. റബ്ബേ, മക്കളെ കൊണ്ട്, സഹോദരിമാരെ കൊണ്ട്, സഹോദരന്മാരെ കൊണ്ട്, ഭാര്യമാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തുന്ന സ്വന്തം പിതാവ് ദിവസം ലഹരി ഉപയോഗിച്ച് കള്ള് കുടിച്ച് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്ന സങ്കടപ്പെട്ട് പറഞ്ഞവരുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസിൽ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞ ഭാര്യമാരുൾപ്പെടെ നീ നന്നാക്കണം റഹ്മാന്. ഇസ്സത്ത് കാക്കണം റഹ്മാന്, ഇസ്സത്തിലാക്കണം റഹ്മാന്. ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വിവാഹപ്രായമെത്തിയ 10ഉം 27ഉം വയസ്സുള്ള പെൺകുട്ടികൾ, 34 വയസ്സായ മുഅല്ലിമായ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, തങ്ങളെ ബാപ്പ ചെറുപ്പത്തിൽ മൗത്തായി, എനിക്ക് 2 പെൺകന്മാരുണ്ട്, 2 പെങ്ങന്മാർക്ക് 33 വയസ്സ്, ഒന്നിന് 35 വയസ്സ്, കല്യാണം ശരിയായിട്ടില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു കല്യാണത്തിനൊന്നും പോക്കില്ല മനസ്സിന്റെ പ്രയാസം കൊണ്ട്. ആ നിലയ്ക്ക് വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റബ്ബേ. വീടിന്റെ പണി തുടങ്ങിയവര്, സ്ഥാപനത്തിന്റെ പണി തുടങ്ങിയവര്, ബിസിനസിന്റെ കാര്യം ചിന്തിച്ചവര്, ഗൾഫ് നാട്ടിലേക്കുള്ള യാത്ര ഉദ്ദേശിച്ചവര്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ 2 പെൺമക്കളെ കല്യാണം നടത്താൻ കഫീലിനോട് അവധി ചോദിച്ചിട്ട് സമ്മതം കിട്ടാതെ കല്യാണം അടുത്തിട്ടുണ്ട്, സമ്മതം കിട്ടാതെ വിഷമത്തിലാണ്, കല്യാണത്തിന് നിക്കാഹിന് കൈയൊടുക്കാൻ വീട്ടിലെത്തണം, നാട്ടിലെത്തണം എന്ന് പറഞ്ഞ വലിയായ രക്ഷിതാവ് ഉൾപ്പെടെ നീ സന്തോഷത്തിൽ യാത്ര എളുപ്പമാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലുള്ളവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണം അല്ലാ. ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക്, ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു വിഷമത്തിലുമാക്കല്ല അല്ലാ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ
നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് അറിയിച്ചതുപോലെ തങ്ങളെ കണ്ടവര് തങ്ങളെ തസവ്വുറാക്കി ഖൽബിൽ നടത്തി ഓർത്തിട്ട് തങ്ങൾക്ക് സലാം പറയണമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് നിന്റെ ഹബീബിനെ കാണേണ്ട ഞങ്ങളെ കണ്ണിന് വല്ല തെറ്റും തിന്മയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സകല തിന്മകളും നീ മാപ്പാക്കിയിട്ട് ഇനിമേലിൽ തെറ്റില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ നീ അവസരം വർദ്ധിപ്പിച്ചിട്ട് പല പ്രാവശ്യം തങ്ങളെ യഖ്ളത്തിലും മനാമിലും കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അല്ലാഹ് സിഹർ കൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബേ, ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. പ്രഭാഷണങ്ങൾ നടത്തുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരിൽ ഉൾപ്പെടെ നാവിന് വിഷമങ്ങൾ വന്നിട്ടുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സിഹറും ഞങ്ങളെ ബാധിപ്പിക്കാതെ സകല സിഹറും അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഈ മജ്ലിസിൽ പ്രത്യേകമായി റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ മജ്ലിസുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹ്ലുകാരിൽ നിന്ന്, ബന്ധപ്പെട്ടതിൽ നിന്ന് സകല സിഹറും ബാത്തിലാക്കണം റബ്ബേ, ഐന് നശിപ്പിക്കണം റബ്ബേ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, ളാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദാഇങ്ങളെ ശർറിൽ നിന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ, ഉലമാ, ഖാദിമുകൾ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം അല്ലാഹ്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാഹ്, ഒരു ഫിത്നയിലും പെടുത്തല്ല അല്ലാഹ്, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിന് നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നീ കാവൽ നൽകണം റഹ്മാന്. നാട്ടിൽ ഐക്യം നിലനിർത്തണം അല്ലാഹ്, ഇൽഫത്ത് നിലനിർത്തണം അല്ലാഹ്, അഭിപ്രായ ഭിന്നത നീക്കണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ സകലരെയും ഖൽബിനെ നീ ഉറപ്പിക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് എപ്പോഴാണ് നീ നിശ്ചയിച്ച ടൈം അല്ലാഹ് ഞങ്ങളെ ദുനിയാവിന്റെ പിന്നിൽ ഇതുവരെ പോയിട്ടില്ല, ഇൻഷാ അല്ലാഹ് ഇനി പോകൂല. ഞങ്ങളെ നീ കബൂലാക്കിയിട്ട് ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളെ മജ്ലിസുകൾ ഉൾപ്പെടെ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളെ ജീവിതങ്ങൾ ഉൾപ്പെടെ നിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായി നീ കബൂലാക്കി വേണ്ടുന്നതൊക്കെ വനിയായ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ആവശ്യത്തിന് നൽകിയിട്ട് ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. അവസാനം ഞങ്ങളെ ഹബീബായ തങ്ങളെ കാണിച്ച് മലായികത്ത് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ പാതിരാത്രിയിലെ മജ്ലിസിൽ മൂന്നാക്കൽ അന്തിയുറങ്ങുന്ന സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട് നിന്റെ മഹാന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം റബ്ബേ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റബ്ബേ, സ്നേഹിച്ചവരെ സ്നേഹിക്കണം അല്ലാഹ്. ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിന് ലക്ഷങ്ങൾ നൽകി സഹായിച്ച് സഹകരിച്ച ഈ മജ്ലിസിലും പുറം നാടുകളിലും പരിസര നാടുകളിലും നാട്ടിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവര്, പണ്ഡിതന്മാര്, സദാത്തുക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാര് നീ ഏറ്റെടുത്ത് നീ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഹറാമിന്റെ ബന്ധങ്ങളൊക്കെ നീക്കി സകല കുടുംബ ജീവിതത്തിലും സന്തോഷം നൽകണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിജമീഇൽ المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد.